അപ്പൊ നമ്മളെ കേക്ക് കട്ട് ചെയ്യുന്നത് നമ്മളെ മാമയാട്ടാ. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മളിപ്പോ ഉള്ളത് ഹിമാചൽ പ്രദേശിലെ പൽഗി വില്ലേജിലാണ്. നമ്മൾ അസീബ് ഖാന്റെ സ്വന്തം നാട്ടില്. അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ട് കൂട് വിട്ട് ഇവിടെ സ്വന്തം നാട് പോലെ താമസിക്കണം. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഫാമിലിയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പെങ്ങന്മാരും അമ്മമാരൊക്കെ അദ്ദേഹം അങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ വൈകി അവരോടൊപ്പമാണ്. നമുക്ക് ഇന്നുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓട്ടോ യാത്ര 21ാമത്തെ സ്റ്റേറ്റ് ആണ് ഹിമാചൽ പ്രദേശിൽ. ഇന്നിപ്പോൾ നമ്മുടെ ഭൂട്ടാൻ കഴിഞ്ഞ് മ്യാൻമർ കഴിഞ്ഞ് നേപ്പാൾ കഴിഞ്ഞ് ഇന്ത്യയിൽ 21ാമത്തെ സ്റ്റേറ്റ് എത്തി നിൽക്കുമ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് 100 days ആണ്. അതായത് നാട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് 100 ദിവസം പിന്നിട്ട നാളുകളാണ്. എന്താണ് ഈ സമയത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഓട്ടോ യാത്ര ഇറങ്ങുമ്പോൾ എന്താണ് മനസ്സിൽ വിചാരിച്ച് ഇറങ്ങിയത് അത് ഫില്ലായി എന്നുള്ളതാണ് ഈ സമയത്ത്. അത് ഏറ്റവും ഹാപ്പിനെസ്സോടെ യാത്ര ചെയ്യാൻ പറ്റണം. ഓരോ നിമിഷവും ആഹ്ലാദമായി. നമ്മൾ യാത്ര എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ട്രഗിളിംഗ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. സ്ട്രഗിളിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഒത്തിരി ആളുകൾ ദിവസേന വിളിക്കും, പല സ്ഥലത്തു നിന്നായിക്കോട്ടെ. നമ്മുടെ ലക്ഷ്യതായിരുന്നു നമുക്ക് ഏറ്റവും പീസ് ഓഫ് മൈൻഡിൽ യാത്ര ചെയ്യാൻ കാണാം. ഒരുപാട് ആളുകളെ പരിചയപ്പെട്ട് എന്നതാണ് അസീബ് ഖാന്റെ അടുത്തെത്തി നിൽക്കുന്നു. ഇപ്പോൾ വീഡിയോസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണു. നമ്മൾ ഈ റീച്ച്, ഒരുപാട് ആളുകൾ റീച്ച് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ വരുന്ന ആളുകളുണ്ടാവും. ഞാനതൊരു പകുതി പ്രതീക്ഷിച്ചുള്ളൂ. നമുക്ക് നിങ്ങളോട് പിന്നെ പറയാനുള്ള ഒത്തിരി കാര്യങ്ങൾ, സമൂഹത്തിനോട് പറയാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മൾ കൂടുതൽ പങ്കുവെച്ചത്. പിന്നെ യാത്രയിലെ കാര്യങ്ങൾ, സൊസൈറ്റി, യാത്രയിലെ ഗ്രാമീണ അന്തരീക്ഷങ്ങളെല്ലാം കാണിക്കണം എന്നുണ്ടായിരുന്നു. അതെല്ലാം കാണിച്ചു. പക്ഷെ അതിനുള്ള റിസൾട്ടൊക്കെ എല്ലാ തരത്തിലും കിട്ടി. എനിക്ക് വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഞാൻ പോകുമ്പോൾ ഏറ്റവും ഹാപ്പിനെസ്സോടെ യാത്ര ചെയ്യാൻ പറ്റണം. മനസ്സെപ്പോഴും കൂളായിരിക്കണം നമ്മളെല്ലാവരും. അപ്പോൾ ഇതുവരെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 100 ദിവസം 150 ദിവസത്തിലെ 2 ഗഡു പിന്നിട്ടു. ഇനി ഒരു 50 ദിവസം ആണുള്ളത്. അത് ചിലപ്പം കുറഞ്ഞ കൂടിയിട്ടായിരിക്കും. അങ്ങോട്ട് യാത്രേണ്ടതല്ലേ. അപ്പോൾ ഇതെല്ലാം തന്നത് സത്യം പറഞ്ഞാൽ നിങ്ങളാണ്. കാരണം ഞാൻ എന്താണ് പ്രതീക്ഷ അതിൻ്റെ എത്ര ഇരട്ടി മേലെയാണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ ഇപ്പോൾ കിട്ടിയത്. ഞാൻ ജസ്റ്റ് ഇറങ്ങുമ്പോൾ എൻ്റെ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് വരുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു 100K ഒരു ഫോളോവേഴ്സ് എന്നൊക്കെ ലെവൽ, അതിപ്പോൾ തന്നെ ഓൾറെഡി 85 ഒക്കെ കഴിഞ്ഞ് തോന്നുന്നുണ്ട്. അതൊക്കെ നമ്മളെ മുന്നിൽ ഇപ്പോൾ ഒരു സിമ്പിളായി കിടക്കുന്ന കേസ് പോലെ തോന്നുന്നു. അപ്പോൾ അതൊക്കെ അച്ചീവ് ചെയ്യുന്നുള്ള 100%. അത് ഞാൻ അത്ര ഭയങ്കര ഗ്യാരണ്ടിയോടെ അടിക്കുന്ന സംഭവമല്ല. പക്ഷെ അതിനപ്പുറത്തോട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് ഏറ്റവും പീസ് ഓഫ് മൈൻഡിൽ യാത്ര ചെയ്യണം എന്നുള്ളതായിരുന്നു. അത് 100% ഞങ്ങൾ എല്ലാവരും ഭയങ്കര സക്സസ് ആണ്, ഹാപ്പിയാണ്. അപ്പോൾ ഇനിയും പോയിക്കൊണ്ടിരിക്കുക. ഇനി ഇവിടെ നമ്മൾ ലഡാക്ക് പോകണമെന്നുണ്ട്, പിന്നെ കാശ്മീർ, അങ്ങനെ 5 സ്റ്റേറ്റുകളുണ്ട്. ഇൻഷാല്ലാ ജൂലൈ ലാസ്റ്റൊക്കെ നമ്മൾ എത്തണം എന്നുള്ളതാണ്. എല്ലാവരോടും ഇതിന് നന്ദി അറിയിക്കുകയാണ്. കേക്ക് നിങ്ങൾക്ക് കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് എന്നാലേ കേക്ക് മുറിക്കല്ലേ നമ്മളെ കുട്ടികളൊപ്പം. അപ്പൊ നമ്മളെ കേക്ക് കട്ട് ചെയ്യുന്നത് നമ്മളെ മാമയാട്ടാ. എല്ലാരും കൂടെ കൂടിയിട്ട് ഓക്കെ. അവിടെ കുറുക്കി അവിടെ ഇബ്രോനി കുറുക്കി അതാ. ഓ പോട്ടെ